ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആര്യനും മിത്രയും കൂടെ രാത്രി അവരുടെ ബെഡ്റൂമിലിരുന്ന് സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അലോകിനെ തല്ലിയതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെയുള്ള സംസാരം. പക്ഷേ സംസാരത്തിൻ്റെ അവസാനം തന്നെ നമ്മുടെ മിത്ര പറയാണ്, എനിക്കെൻ്റെ ആര്യൻ തന്നെയാണ് ഈ ലോകത്തിൽ ആരെക്കാളും വലുതെന്ന് പറയാം കേട്ടോ. അത് ആര്യന് വല്ലാത്തൊരു സന്തോഷമാവാണ്. അപ്പോൾ ആര്യൻ ഉള്ളിൽ ആ സന്തോഷം വച്ചിട്ട് മിത്രയോട് പറയാം, നീ ഇപ്പോൾ പറഞ്ഞില്ലേ ആ വാചകം, അത് നിനക്കൊന്നും കൂടെ പറയാവോ എന്ന്. എന്ത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്താ പറഞ്ഞ ആര്യ? എനിക്ക് ഓർമ്മ വരുന്നില്ല. ദേ കള്ളം പറയല്ലേ മിത്രേ, നീ ഇപ്പോൾ പറഞ്ഞില്ലേ അത്? അല്ല, ലോകത്തെല്ലാവരെക്കാളും വലുത് ഞാനാണെന്ന്. ഓ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. ആര് പറഞ്ഞില്ലെന്ന്? ഒന്ന് പോയേ അങ്ങോട്ട്. അങ്ങനെ അവർ കൊച്ചു കൊച്ചു പിണക്കങ്ങളും സന്തോഷങ്ങളുമായിട്ട് അന്ന് രാത്രി അവിടെ ഇരിക്കുമ്പോൾ മിത്ര പറയേണ്ട വേണമെങ്കിൽ ഒരു പാട്ട് പാടിത്തരാമെന്ന് പറയാം കേട്ടോ. എന്നാൽ ആരിനൊരു പാട്ട് പാട്? ഇല്ല, ഞാൻ പാടില്ല, ഒരു താരാട്ട് പാടിത്തരാം എന്നും പറയാണ് കേട്ടോ. അവസാനം നമ്മുടെ ആര്യം തന്നെ പറയേണ്ട, വേണമെങ്കിൽ നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഒരു മൂളിപ്പാട്ട് ഞാൻ പാടിത്തരാമെന്ന് പറഞ്ഞ് ആര്യം ചെന്ന് കിടക്കുകയാണ് തറയിൽ, ബെഡിൽ നമ്മുടെ മിത്രയും. അപ്പോൾ മിത്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്, പാട്ട് പാടാതെ ആര്യം പോയി കിടന്നതുകൊണ്ടേ. പക്ഷേ കിടന്നെങ്കിലും മൂളിപ്പാട്ട് പാടുന്നുണ്ട് ആര്യൻ. എന്നിട്ട് അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുക. ഈ സമയത്തെ നമ്മുടെ മിത്ര പതിയെ താഴേക്ക് ഇറങ്ങി ചെന്നിട്ട് ആര്യന് നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കണം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം അത് ആ രാത്രി തന്നെയാണ് കേട്ടോ നമ്മുടെ ആനന്ദും ആകാശും കൂടെ സംസാരിക്കാം. ആനന്ദിൻ്റെ അടുത്തേക്ക് ആകാശം എന്ന് പറയണ്ട, അതെ ഏട്ടാ, എന്തായാലും ഈ മാമൻ ചെയ്തത് ശരിയാണോ? ഒന്ന് ഓർത്തു നോക്ക്. നമ്മുടെ ഗോമതി സ്റ്റോറിൻ്റെ തൊട്ടടുത്ത് ഇന്ദിരാ സ്റ്റോറിൻ്റെ പേരും വച്ച് മാമൻ നമ്മളോട് ചെയ്തത് വലിയൊരു ചതിയല്ലേ? അത് ശരിയാടാ, വലിയ ചതി തന്നെയാണ് ചെയ്തത്. എന്തിനാ ഇങ്ങനെ ചെയ്തത്? അതാ ഞാനും ആലോചിക്കണം. എനിക്കൊരൊറ്റ വഴി എനിക്ക് എങ്ങനെ വരുന്നു, എനിക്ക് പറയാൻ പറ്റുന്നില്ല ഈ മാമൻ നമ്മളെ എന്തിനാ ചതിച്ചതെന്ന്. മാമൻ എങ്ങനെ തോന്നി? അല്ലെങ്കിൽ തന്നെ ആനന്ദേട്ടൻ ഒരു കാര്യം ഓർക്കണം, ഇവിടെ നമ്മൾ 3 പേരും മാമനും 4 പേര് ഒരേ സഹോദരങ്ങളെ പോലെയല്ലേ? മാമനും മരുമക്കളുമായിട്ടാണോ നമ്മളിവിടെ ജീവിച്ചിരുന്നത്? അല്ലല്ലോ. എത്ര സ്നേഹത്തോടു കൂടിയാ. ഇപ്പോൾ 2 ദിവസം മുമ്പേ തലയിൽ കൂടെ മുണ്ടിട്ട് നമ്മളെ കൂടെ കള്ള് കുടിക്കാൻ വന്നിരുന്നത് ഓർക്കുന്നോ? എന്നിട്ട് പോലും അങ്ങേരെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, എല്ലാം ഒളിപ്പിച്ച് വച്ചു. അപ്പോൾ എത്രത്തോളം പക ഉള്ളിലുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കണം. അന്നേരം ഇവരുടെ സംസാരം കേട്ടിട്ടാണെങ്കിലേ നമ്മുടെ ആര്യൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവരെന്താ ഇങ്ങനെ സംസാരമെന്ന്? എന്താ എടാ ആര്യ, നീ അറിഞ്ഞില്ലേ കാര്യങ്ങളൊക്കെ? മാമൻ നമ്മളോട് ചെയ്തത് ചതിയല്ലേടാ? ചതിയാണോ? പിന്നല്ലാതെ. അങ്ങനെ ഇപ്പം നമുക്കത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? ഇങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും കാണിക്കണം. ഇത്രയും പക മാമന് നമ്മളോടുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്നേരം നമ്മുടെ ആനന്ദ് പറയാം, എടാ കൂടെ നിന്ന് കള്ള് കുടിക്കും, കൂടെ ഇരുന്ന് കാര്യങ്ങൾ പറയും, എന്നിട്ടായിരിക്കും ചതിക്കുന്നത് ഓരോരുത്തരും. ആരെയും നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ തന്നെയല്ലേ നമ്മൾ ചതിക്കുന്നത്. എൻ്റെ കാര്യം തന്നെ നോക്ക്, ദേവി കണ്ടില്ലേ എന്നെ എങ്ങനെയൊക്കെ ചതിച്ചെന്ന്. അവളെ എന്തുമാത്രം സ്നേഹിച്ചതാ ഞാൻ, എന്തുമാത്രം വിശ്വസിച്ചതാ. എന്നിട്ടും ആ വിശ്വാസം അവൾ മുതലാക്കിയിട്ടാണ് എന്നെ ചതിച്ചത്. ഇതുപോലെ തന്നെ എല്ലാവരും. അപ്പോൾ ആര്യം പറയാം കേട്ടോ, അതെ നിങ്ങൾ മാമനെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ. മാമ ഒന്നും അറിയാത്തൊരു പാവമാണ്, ഇതിൽ പെട്ടുപോയതാണ്. എടാ ആര്യ, നമ്മുടെ അച്ഛനെ ചതിച്ച് വഞ്ചിച്ച് രഹസ്യമാക്കി കട തൊട്ടടുത്ത് തന്നെ തുടങ്ങിയിട്ട് നീ അങ്ങേരുടെ സൈഡ് നിന്ന് പറയണം അല്ലേ? എനിക്കങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആ കട കത്തിക്കണം, അല്ലാതെ വേറെ ഒരു നിവർത്തിയില്ല. കത്തിക്കണമെന്നോ? എന്തൊക്കെയാ ആകാശേട്ടൻ പറയണത്? ആണെന്നേട്ടാ, ഇവൻ വന്നില്ലെങ്കിൽ വേണ്ട, ഇന്ന് രാത്രി തന്നെ ഇന്ദിരാ സ്റ്റോർ കത്തിക്കണം, തീയിടണം. നാളെ നേരം വെളുത്ത് ആ കട അവിടെ കാണരുത്. ദൈവമേ, എൻ്റെ പൊന്ന് ആകാശേട്ടാ, എന്തെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയല്ലേ. പാവം മാമൻ നല്ല രീതിയിലൊരു കട തുടങ്ങട്ടെ. ഒരു വരുമാന മാർഗ്ഗമല്ലേ അത്, നന്നായിട്ട് ജീവിച്ചു പോട്ടെ. എടാ, നമ്മുടെ അച്ഛൻ്റെ കൂടെ എത്ര വർഷമാണ് ഗോമതി സ്റ്റോറിൽ നിന്നത്? പറ. ഇത്രയും വിശ്വസ്തനായിട്ട് നിന്നിട്ട് ഇത്രയൊക്കെ ആക്കി വെച്ചിട്ട് നമ്മൾ നിസ്സാര ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെല്ലാവരും ക്ഷമ പറഞ്ഞില്ലേ മാമനോട്? പക്ഷേ പക ഉള്ളിലടക്കി വെച്ചോൾ മാമന് നടക്കോ? അത് മാത്രമല്ല, നീ ഓർത്തോ, 2 ദിവസത്തിന് മുമ്പ് നമ്മളെ കൂടെ ഇരുന്ന് കള്ള് കുടിക്കാൻ ഇവിടെ വന്നിട്ട് ഒരു വാക്ക് ആ മനുഷ്യൻ പറഞ്ഞോ? എല്ലാം ഒളിപ്പിച്ച് വച്ചിട്ട് അപ്പം തന്നെ മനസ്സിലാക്കിക്കൂടെ ഇതെന്തായിരുന്നു അങ്ങേരുടെ ഉദ്ദേശമെന്ന്? ആകാശേട്ടാ, ഇതങ്ങനെയല്ല. ഇത് നമ്മുടെ ധർമ്മൻ മാമൻ്റെ ഏട്ടന്മാരുണ്ടല്ലോ 2 അവർ 2 പേർക്കും നമ്മളോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് ധർമ്മൻ മാമനെ മുന്നിൽ നിർത്തി കളിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഉള്ള കുട്ടിയല്ലേ, ഒന്നും അറിഞ്ഞൂടാത്ത ധർമ്മൻ മാമൻ. നീ ഒന്ന് പോയടാ ആര്യ, നീ അവകളുടെ സൈഡിൽ നിന്ന് പറയാ അല്ലേ? നിങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല മാമനെ, അതുകൊണ്ടാണ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല.
ആരെക്കാളും കൂടുതലും ഞാൻ എൻ്റെ ധർമ്മൻ മാമനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് പറയുന്നത്. ഇത് നമ്മളെ ചതിക്കാനോ നമ്മളെ വഞ്ചിക്കാനോ കച്ചവടം നഷ്ടപ്പെടുത്താനോ ഒന്നും അല്ല. ഇത് മാമൻ പെട്ടുപോയതാണ്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പിന്നെ ആകാശേട്ടൻ ഇപ്പം ഈ വാശി വെച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ, കട കത്തിക്കണമെന്നും അത് ചെയ്യണം ഇത് ചെയ്യണമെന്നും പറഞ്ഞ്. അങ്ങനെ എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിലേ ഈ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കയറാമെന്നാണോ വിചാരം? അതോടുകൂടി നമ്മളെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും മനസ്സമാധാനം നഷ്ടപ്പെടില്ലേ? കേസും കൂട്ടവും ഒക്കെ ആയിട്ട് ഒന്ന് ഓർത്തു നോക്ക്. ഞാനൊരു കാര്യം പറയട്ടെടാ, ഞാൻ ഇവിടെ മീനു സ്റ്റോർ തുടങ്ങണമെന്ന് പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. അറിയാലോ, വേറൊരു കട തുടങ്ങണമെന്ന്. അന്ന് ഈ മാമൻ എൻ്റെ കൂടെ പറഞ്ഞു, എടാ ബാലേട്ടനെ അളിയനെ നീ ചതിക്കരുത്, നിൻ്റെ അച്ഛനല്ലേ, നിൻ്റെ അച്ഛൻ്റെ കൂടെ നീ നിൽക്കണം, ഇനിയൊരു കട നീ തുടങ്ങരുത്, എന്തൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് ആ ആൾ എൻ്റെ അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് തന്നെ വേറൊരു കട തുടങ്ങിയിരിക്കുന്നു. ഇതിൽ നിന്ന് നിനക്ക് എന്താടാ മനസ്സിലാക്കുന്നത്? എന്ത് മനസ്സിലാക്കാൻ? ആകാശേട്ടനൊന്ന് സമാധാനപ്പെട്. അങ്ങേർക്കൊരു വരുമാന മാർഗ്ഗം ഏതെങ്കിലും വഴി കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കൊണ്ട് പൊക്കോട്ടെ, അതല്ലേ നമുക്ക് നല്ലത്. അങ്ങനെ ആകാശ് പറയാട്ടോ, നീ ഇനി എന്തൊക്കെ തന്നെ ന്യായങ്ങൾ പറഞ്ഞാലും ശരി തന്നെ, ഞാൻ ഉറപ്പായിട്ടും ആ കട നശിപ്പിക്കും, അതിൽ യാതൊരു മാറ്റവും ഇല്ല. ശരി, എന്നാൽ പിന്നെ പോയി അല്ലാതെ ഞാൻ എന്ത് ചെയ്യേ? നിങ്ങളെ സംസാരം കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്, ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഞാനൊരു കാര്യം ആനന്ദേട്ടനോട് പറയാം. ആനന്ദേട്ടാ, ഈ ആകാശേട്ടൻ പറയുന്നതിനൊന്നും കൂട്ടി നിൽക്കാൻ പോകരുത്. പിന്നെ എടുത്തു ചാടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ദേഷ്യത്തിന് ചെയ്തു പോയാൽ അനുഭവിക്കുന്നത് നമ്മൾ തന്നെയാണ്. അറിയാലോ, ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറേയായി നമുക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മാനസികമായിട്ട് പ്രയാസപ്പെടുന്നതും അച്ഛനും അമ്മയാണ്. അതിന് ഒന്നിനു മീതെ ഒന്നായിട്ട് എന്തിനാണ് ആകാശേട്ടാ വീണ്ടും വീണ്ടും അവരുടെ തലയിൽ കൊണ്ടിട്ട് കൊടുക്കുന്നത്? അവർക്കെങ്കിലും ഒന്ന് സമാധാനം കൊടുക്ക്. നമ്മൾ കുറച്ച് പക്വതയായിട്ട് ചിന്തിക്കാൻ നോക്ക്. നീ പോടാ, നീ നിൻ്റെ പാടുക്കി പോ, എനിക്ക് ഇതിന് മറുപടി ചോദിച്ചേ പറ്റുള്ളൂ, അങ്ങനെ ഞാൻ വിടാനിരിക്കുന്നില്ല. ആനന്ദേട്ടൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അപ്പോൾ ആനന്ദ് പറയാം, എടാ ഒരു കണക്ക് നോക്കിയാലേ ധർമ്മൻ മാമൻ ഇങ്ങനെയൊക്കെ ആവണിയാലും തെറ്റ് പറയാൻ കഴിയില്ല. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ധർമ്മൻ മാമനെ ഇങ്ങനെ ഒരു വാശിക്കാരനാക്കിയത്. കാരണം ഇവിടുന്ന് ഇറങ്ങിപ്പോവേണ്ടി വന്ന സാഹചര്യം അറിയാമല്ലോ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല. കുറച്ച് വാശിയും ദേഷ്യവും വൈരാഗ്യങ്ങളൊക്കെ മനുഷ്യരല്ലേ, എല്ലാവർക്കും ഉണ്ടാവും. മാമൻ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, മാമനൊരു വരുമാന മാർഗ്ഗം അത് അങ്ങ് ജീവിച്ച് പൊക്കോട്ടെടാ, നമ്മളായിട്ട് ഇനി തടയാനൊന്നും പോണ്ട. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ, അതാ നല്ലത്. പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് ആരെ വിശ്വസിക്കാൻ പറ്റും? കൂടെ നിൽക്കവണ തന്നെയല്ലേ ചതിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ദേവിയുടെ കാര്യം തന്നെ. എൻ്റെ അവസ്ഥ എന്നെ പറയാൻ ഇനി കൂടുതൽ എന്തിനാ പറയുന്നത്? നമ്മൾ തന്നെയാണ് മൊത്തത്തിൽ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ആരുമല്ല. പെട്ടെന്ന് എന്നെ ആരും ചോദിക്കുന്നുണ്ട്, ഏട്ടാ ദേവിയെടുത്തിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? ദേവിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നാരിയാ നീ പറയുന്നത്? എനിക്കിനി പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അവളുടെ കാര്യത്തിൽ എനിക്ക് ഒരു തീരുമാനം എടുക്കാനും ഇനിയില്ല. ഒരൊറ്റ തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്, അത് നാളെ അവൾ വഴി അറിഞ്ഞോളും. അവളുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് മനസ്സിലാക്കിക്കോളും. എന്താ ഏട്ടാ? അതൊക്കെ മനസ്സിലാക്കിക്കോളും, അപ്പോൾ വഴി അറിഞ്ഞോളും എന്നിങ്ങനെ പറഞ്ഞു ആകാശിനെ സമാധാനപ്പെടുത്താൻ കേട്ടോ. ഇപ്പം ധർമ്മൻ്റെ കടയൊന്നും ചെയ്യാൻ പോകരുത്, ധർമ്മൻ മാമനെ ആവശ്യമില്ലാത്തൊന്നും പറയേണ്ട, പോട്ടെ വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി പറഞ്ഞയക്കുകയാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ നമ്മുടെ ദേവിയുടെ വീട്ടിൽ പോസ്റ്റ്മാൻ വരുവാണ്. ഉദയഭാനുമാണ് വരുന്നത് ചോദിക്കുന്നത് എന്താ കാര്യമെന്ന്. രജിസ്ട്രേഡ് ഉണ്ട്, ദേവിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരിയെ വിളിക്കാൻ. അങ്ങനെ ദേവി വരുന്ന് ഒപ്പിട്ട് കൊടുത്തത് വായിക്കാട്ടോ. തുറന്നു നോക്കി വായിക്കുന്ന ദേവിക്ക് തലകറക്കം വരുവാണ് പെട്ടെന്ന് തന്നെ. എന്താ മോളെ, എന്താ അടി, നീ എന്താ വല്ലാണ്ടായത്? അയ്യോ എല്ലാം പോയേച്ചാ, കയ്യിൽ നിന്ന് പോയി എല്ലാം. എന്താ അടി ഇത്? നീ എന്തിനാ ഇത് വായിച്ചിട്ടിങ്ങനെ നീ സങ്കടപ്പെടുന്ന കാര്യം പറ. അച്ഛാ ഇത് കണ്ടോ, ഇത് വക്കീൽ നോട്ടീസാ, ആനന്ദേട്ടൻ അയച്ചതാണെന്നും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ട് പൊട്ടിക്കരയാനോ ഭ്രാന്തെടുത്ത് നിലവിളി എന്തൊക്കെയോ ആയി. അങ്ങനെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും വല്ലാത്ത ഷോക്കായി പോയി കേട്ടോ. അപ്പം ഉടനെ തന്നെ മോളെ നീ സമാധാനപ്പെട്, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ഇതേ നീ വിചാരിക്കും പോലെ ഒന്നുമില്ല. ഇതിപ്പോൾ നിന്നെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒന്നുമല്ല. മിണ്ടിപ്പോവരുത് നിങ്ങൾ. എൻ്റെ ജീവിതം ഇത്രത്തോളം തൊലച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനം ആയല്ലോ അല്ലേ? എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ സമാധാനം ആയല്ലോ അല്ലേ? ഇതുവരെ പലതവണ ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ ഇതിന് പ്രേരിപ്പിക്കരുതെന്ന്. അനിയത്തിയുടെ കല്യാണം നടക്കൂല, അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിലേക്ക് വിളിച്ച് കൊണ്ടിട്ട് പറയുന്ന കള്ളത്തരങ്ങളെല്ലാം എന്നെ കൊണ്ട് പറയിപ്പിച്ച് ഇതുവരെ ആക്കി എൻ്റെ കുടുംബവും നശിപ്പിച്ച് എൻ്റെ ആനന്ദേട്ടനെ എനിക്കിനി കിട്ടില്ല, നഷ്ടപ്പെട്ടു. എടി നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ ഒന്ന് ശ്രീകല? നീ വിചാരിക്കും പോലെയല്ല. ഞാനേ അവരോടൊന്ന് പറഞ്ഞില്ലേ ഒരാഴ്ചയ്ക്കകം സമയം തരും, അതിനിടയ്ക്ക് നിന്നെ വിളിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരുമെന്ന്. അതിൻ്റെ വാശിക്ക് നമ്മളെയും തിരിച്ച് പേടിപ്പിക്കാൻ വേണ്ടി അയച്ചേക്കുന്നതാണ്, അല്ലാതെ ഇതിലൊന്നുമില്ല.
അത് ശരി, ഇപ്പോഴും നിങ്ങൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ലല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരുന്നത്? ഇത് കുട്ടിക്കളിയാണെന്നോ ഒരു വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ മകളുടെ ജീവൻ ഇതോടെ തൊലഞ്ഞു, നിങ്ങളായിട്ട് തൊലച്ചു. പക്ഷേ എനിക്ക് എൻ്റെ ആനന്ദേട്ടനും എൻ്റെ അനിയത്തിമാരും അനിയന്മാരും ആ ദേവമംഗലം വീടും ബാലച്ചനും ഗോമതി അമ്മയും ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവരൊക്കെ ഇനി എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോവുമല്ലോ ദൈവമേ. എനിക്ക് വയ്യ ദൈവമേ, എന്താ ചെയ്യുക? എനിക്കിപ്പോൾ പോകണം, എനിക്കിപ്പോൾ ആനന്ദേട്ടനെ കാണണം. ഞാൻ പോവും. എടി നിൽക്കാനാ പറഞ്ഞത്, നീ സമാധാനപ്പെട്. ദേ ഇനി എന്നെ ഉപദേശിക്കാനൊന്നും നോക്കരുത് നിങ്ങൾ രണ്ടെണ്ണം. ഇനി നിങ്ങൾ പറയണ ഒന്നും ഞാൻ കേൾക്കില്ല. എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടേക്കണം. തൊട്ട് പോകരുത് എൻ്റെ ദേഹത്ത്. നിൻ്റെ അടുത്താ പറഞ്ഞത് പോകണ്ടാന്ന്, മാറങ്ങോട്ട് എന്നും പറഞ്ഞ് ഉടുത്തിരുന്ന സാരി ഉടുത്തും കൊണ്ട് തന്നെ ദേവി ചാടി പുറപ്പെടുക കേട്ടോ. ആനന്ദിനെ കാണണമെന്നും പറഞ്ഞോട്ട് ഗേറ്റ് തുറക്കാൻ ചെല്ലണമെന്നും നമ്മുടെ സ്ത്രീകൾ ഒരൊറ്റ വിളി അങ്ങോട്ട് വിളിക്കണം. ദേവി നിന്നോടല്ലടി പറഞ്ഞത് അവിടെ നിൽക്കാൻ പോകരുതെന്ന്. അത് കേൾക്കുമ്പോൾ ദേവി അങ്ങ് പെട്ടെന്ന് സ്റ്റക്കായി പോവുക കേട്ടോ. മെടേ വിളിയും ഒക്കെ ആക്കും. അങ്ങനെ ദേവിക്ക് ആകെ തലകറക്കവും ഒക്കെ ആയിട്ട് വന്ന് അവിടെ ഇരിക്കുകയാണ്. എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്